സംഖ്യാരേഖയിലെ 3/5-നും 4/5-നും ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? ഈ കഴിഞ്ഞ UPSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇത്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഫ്രാക്ഷൻസിനെയൊക്കെ നമ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 3/5-ന് 30/5 എന്ന് എഴുതാം. 30/5 എന്ന് എഴുതുമ്പോൾ എത്ര വരും? 6×5 30 അല്ലെ 6. അതുപോലെ 4/5-ന് 40/5 എന്ന് എഴുതി. 40/5 8×5 40 8. അപ്പോൾ 6-നും 8-നും ഇടയിൽ വരാത്ത ഭിന്നകം കണ്ടുപിടിച്ചാൽ മതി. ഓപ്ഷൻസും ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 2/3, അതിന് 20/3 എന്ന് എഴുതി. 20/3 എത്രയാണ് വരിക? 6 3 18 അല്ലെ 6 പോയിന്റ് ഒരു നമ്പർ വരും. പോയിന്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. 5/8-ന് 50/8. 50/8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 6 8 48. 6 പോയിന്റ് ഒരു നമ്പർ വരും. ഇനി അതുപോലെ 30/7. 30/7 എന്നത് 4 7 28 അല്ലെ 4 പോയിന്റ് ഒരു നമ്പർ. ഇനി അടുത്തത് 5/7 ആണ്. അപ്പൊ 50/7. 50/7 എന്നത് 7 7 49. 7 പോയിന്റ് ഒരു നമ്പർ എന്ന് വരും. അപ്പൊ നോക്കുക, ഇവിടെ ഓപ്ഷൻ സി മാത്രമാണ് 4 പോയിന്റ് വന്നിരിക്കുന്നത് അല്ലെ. അത് 6-നും 8-നും ഇടയിൽ വരില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3/7 3/7 3/5-നും 4/5-നും ഇടയിൽ വരാത്ത ഭിന്നകമാണ് 3/7.